ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമേ തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അങ്ങനെ പാൻ ഒന്ന് ചൂടായപ്പം അതിനകത്ത് ആവശ്യത്തിന് നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടി ഉണ്ടല്ലോ, നട്ട്സ്, അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഉണ്ടല്ലോ, അപ്പോൾ മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ അവിടെ മുന്തിരിങ്ങ ഒക്കെ ഒന്ന് വീർത്ത് പൊങ്ങി വന്നപ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയം നമുക്ക് കൈവിടാതെ ഒന്ന് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. തേങ്ങ ഒക്കെ ഒന്ന് കരിഞ്ഞു പോകാതെ വേണം നമ്മളൊന്ന് ഇളക്കി എടുക്കാനായിട്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പഞ്ചസാരയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ പഞ്ചസാര ആ തേങ്ങയ്ക്കകത്തൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഏലക്കാപ്പൊടി ഉണ്ടല്ലോ, ഏലക്ക ഞാനൊന്ന് പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറും മണവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമൊക്കെയുള്ള നല്ലൊരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട് ഏത്തക്കയാണ് എടുക്കുന്നത്. ഏത്തക്കായിലാണ് നമ്മളിത് ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല പഴുത്തിട്ടുള്ള ഏത്തക്കയാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കണ്ടോ കറുത്തിരിക്കുന്നത്, നല്ല പഴുത്താണ്. അതിന് മുന്നേ നമുക്ക് ഒരു ബൗൾ എടുക്കണം. ഇതിനകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണ് വേണ്ടിയുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട്. അരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ മറ്റേ ഫില്ലിങ്ങിനകത്ത് ചെയ്തല്ലോ. പിന്നെ ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ല കുറുകുറാന്ന് നല്ല തിക്കായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഏത്തക്ക ഉണ്ടല്ലോ, ഏത്തക്കാക്കുട്ടന്മാരുടെ തൊലിയൊക്കെ ഒന്ന് അടത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ ആദ്യത്തേൻ്റെ തൊലിയൊന്ന് അടത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാത്തിൻ്റെയും തൊലി അടത്തിയെടുക്കണം. അങ്ങനെ ഞാൻ ഒരു ഏത്തക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഏത്തക്കയുടെ നടുവശം ഉണ്ടല്ലോ, നമ്മൾ പിച്ചാത്തി എടുത്തിട്ട് നടുഭാഗം മാത്രം ഒന്ന് മുറിഞ്ഞ് വരഞ്ഞു കൊടുക്കണം. രണ്ടായിട്ട് പിളർന്നു പോലെ നടുക്ക് മാത്രം ഒന്ന് പിളർന്നത് ഇതുപോലെ കൊടുക്കണം. കൊടുത്തിട്ട് കണ്ടോ, കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ തുറന്നിങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്ത ആ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് അതിനകത്തേക്ക് നമ്മളിങ്ങനെ നിറച്ച് കൊടുക്കണം. ഒരുപാട് കുത്തി നിറയ്ക്കേണ്ട, ആവശ്യത്തിനൊരു പരുവത്തിനുണ്ടല്ലോ ആ പരുവത്തിന് എടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദാടെ ഇതുണ്ടല്ലോ, അത് നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് അതിനകത്തൊന്ന് തേച്ച് കൊടുക്കണം. അങ്ങനെ അടുത്തതും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഞാൻ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മുടെ ഏത്തക്ക ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് 2 സൈഡും നമ്മൾ മീനൊക്കെ വറക്കത്തില്ലേ, ആ ഒരു രീതി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ 3 ഏത്തക്കായും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഒരു സൈഡൊന്ന് മൂത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 സ്പൂൺ വെച്ച് പതിയാണ് തിരിച്ചിടുന്നത് കേട്ടോ. നമ്മളൊരു ലെവലിന് പിടിച്ചിട്ട് വേണം നമ്മളത് തിരിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ മൂത്ത് കിട്ടണം. ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട, ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ. അന്നേരത്തേക്ക് നമ്മുടെ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഞാൻ പിന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് കിട്ടാൻ വേണ്ടി ആ പാത്രം ഒന്ന് ചരിച്ച് പിടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത്തക്കയുടെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ചെന്നെത്തും. അങ്ങനെ നമ്മുടെ ഏത്തക്ക നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഇതിന് ഓരോ പേരാണ് പറയുന്നത്. ഭയങ്കര മധുരവും നല്ല രുചിയുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഉമ്മച്ചിയൊക്കെ ആയിട്ട് ഒരു വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഉമ്മച്ചി പിന്നെ കടയിലൊക്കെ പോകുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോസ് എടുക്കുന്നത്. ഉമ്മച്ചി ഇനി കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം സന്ധ്യയായൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേര്.